ഗസയിലേക്ക് വീണ്ടും തീമഴയുമായി ഇസ്രയേൽ വരും. ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ നഗരം ഗാസയ്ക്ക് മീതെ പൊട്ടി വീഴുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുണ്ട്. ഘട്ടം ഘട്ടമായി 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ബന്ദികളെ വിടുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും നടപ്പില്ല. 15-ാം തീയതി ശനിയാഴ്ച 12 മണി ഡെഡ് ലൈൻ. അതിനകം എല്ലാ ബന്ദികളെയും വിട്ടയച്ചിരിക്കണം. ഇല്ലെങ്കിൽ പൂരിപ്പിക്കാൻ ബാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? അതെ. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇസ്രയേൽ എന്ത് ചെയ്താലും ഞാൻ അതിനെ ചോദ്യം ചെയ്യില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ ഇല്ലാതാവുകയാണല്ലോ, പിന്നെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസ് ബന്ദികളെ ഒന്നും മോചിപ്പിക്കുന്നില്ല. ആ ഒരു ഘട്ടം ബന്ദികളെ മോചിപ്പിച്ചതല്ലാതെ പിന്നെ മോചിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ഉദാസീനത കാണുന്നുണ്ട്. അവരുടെ പക്കൽ പല ബന്ദികളും ജീവനോടെ ഇല്ലായിരിക്കും. അതാണ് അത്. 94 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അതിൽ 34 പേര് കൊല്ലപ്പെട്ടിരുന്നു. കുറേ പേരുടെ ജഡമാണുള്ളത് എന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരത് തുറന്ന് പറയട്ടെ. കാരണം ബന്ദികളുടെ പേര് പട്ടികയൊക്കെ ഖത്തറിലെ ചർച്ചയിൽ കൊടുത്തിട്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് 15 പേര് മറ്റേ തുർക്കിയിലെത്തിയിട്ടുണ്ട് അല്ലേ? കൈറോ വഴി തുർക്കിയിലെത്തിയിട്ടുണ്ട്. എത്തിച്ചു 15 പേരിൽ കുറേ പേരെ പാകിസ്ഥാൻ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പലസ്തീൻ ജയിലിൽ കിടന്ന ആളുകളെ, ഈ ഹമാസിന്റെ ബന്ദികളെ, ഈ പറഞ്ഞ ആളുകളെ ഒന്നും മോചിപ്പിച്ചിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വാക്ക് പാലിക്കുന്നില്ല ഹമാസ്. അതുകൊണ്ട് ശനിയാഴ്ച എന്ന് പറഞ്ഞൊരു ഡെഡ് ലൈൻ 15-ാം തീയതി കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും യുദ്ധമായിരിക്കുമല്ലോ അതിൻ്റെ ഉത്തരം. അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെടിനിർത്തൽ താൽക്കാലികമാണെന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നതാണ്. ഇതെങ്ങനെ പോകുന്നു എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒന്നാമത് ഈ ഗസയിൽ വെടിനിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലത്തും ചുറ്റും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ജെനിൻ, പിന്നെ ഇന്നലെ ഞാൻ വായിച്ചു ഹെബ്രോണിലേക്ക് ഇസ്രയേലിൻ്റെ പട്ടാളം ചെന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ കരാറിൽ അത് 2 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്രയേൽ ഭരിക്കും, മറ്റേത് പലസ്തീൻ ഭരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹെബ്രോണിലേക്ക് കഴിഞ്ഞ ദിവസം സേന, അതുപോലെ നമ്മൾ മറ്റേ ബത്ലഹേമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചുറ്റും ഇസ്രയേൽ സേന വന്ന് വളഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വെവ്വേറെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തില്ലെങ്കിലും സേനാ മുന്നേറ്റങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് ഈ ഗസയ്ക്ക് ചുറ്റും. അപ്പോൾ ഗസ മാത്രമായിട്ട് വെടിനിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഗസയ്ക്ക് വേറൊരു പദ്ധതി അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ മാത്രമല്ല, ഈ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ വലിയ തോതിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി യുദ്ധം ഉണ്ടായാൽ കാഷ്വാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, അതിഭീകരമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2000 പൗണ്ടിൻ്റെ ബോംബുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം കൊണ്ട് ഇട്ടാൽ മതി, ആ ഗാസയുടെ പ്രദേശം മൊത്തം തീർന്നു വെടിപ്പാവും. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ട്രംപിൻ്റെ ഒരു കുറുക്കൻ ബുദ്ധി ഇതിൻ്റെ പിന്നിലുണ്ടോ? ട്രംപ് പറയുന്നു, ഞാൻ ഗാസ വാങ്ങും, സ്വന്തമാക്കും, ബാക്കിയുള്ളതും നിരപ്പാക്കും. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും മാറിയിട്ടേ ഇല്ല. ഇന്നലെ ഓവൽ ഓഫീസിൽ എയർഫോഴ്സ് ഫണ്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ബാക്കിയുള്ളതും ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ പൊളിക്കാൻ യുദ്ധം വേണമല്ലോ. അതായിരിക്കും ബാക്കിയുള്ളതോടെ റെഡിയാക്കാനായിരിക്കും ഒരു യുദ്ധം വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഹമാസ് അടക്കം ആരും അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണ്, US അത് സ്വന്തമാക്കും എന്ന് ഇന്നലെയും പറഞ്ഞു. അപ്പോൾ യുദ്ധം, ഈ ആളുകൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണം, ഇവർക്ക് കിടപ്പാടം പോലും ഇല്ലാത്തടത്തേക്ക് വരികയാണ്. അവിടെ വീണ്ടും ഒരു യുദ്ധം ഉണ്ടായാൽ അവർ പുറപ്പെട്ടെടുത്ത് ഇനി ചെല്ലാനും പറ്റില്ല, ഇവിടെ നിൽക്കാനും വയ്യ. അവസാനം
ഒഴിഞ്ഞു ഈ പോവുക ഗസയിൽ- മാത്രമായിരിക്കും. അതെ, ഗസയിൽ നിന്ന് പോകുന്നവരെ സ്വീകരിക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയാണല്ലോ കഴിഞ്ഞ കുറെ ദിവസമായിട്ട്. വേണമെങ്കിൽ സൗദി കുറെ ആളുകളെ എടുത്തോട്ടെ എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അല്ല, എർദോഗൻ അതിനെ എതിർത്തിട്ടുണ്ട്. ഇന്നലെ ഇതിനകത്ത് വെച്ച് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, കുറച്ചു പലസ്തീനികളെ വേണം ഞങ്ങളെടുക്കാം, ഞങ്ങളെടുക്കാം, എല്ലാ ഡോക്യുമെൻറ്റും പരിശോധിക്കും, ഇവൻ്റെ സർവ്വ ഹിസ്റ്ററിയും പരിശോധിച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഈ ട്രംപ് വെക്കുന്നത് നിങ്ങൾ മാത്രം എടുക്കണ്ട, കുറച്ച് പേരെ ഞങ്ങളും എടുത്തോളാം, ഞങ്ങളെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെടുത്തു, ഇനി നിങ്ങൾക്ക് എടുത്താൽ എന്താ എന്ന് ചോദിക്കാനായിരിക്കും. ഈ യു കെയുടെ ഒരു മാതൃക ഉണ്ടല്ലോ, ഋഷി സുനാക്കിന്റെ കാലത്ത് റുവാണ്ട ഇവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ എടുക്കുക എന്നുള്ളത്. റുവാണ്ടയ്ക്ക് കുറെ പൈസ കൊടുക്കും യു കെ. ഇവിടെ വന്നുകൂടിയ അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ട കൊണ്ടുപോയി താമസിപ്പിച്ചേക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഈ സൊമാലി ലാൻഡിലേക്കും പണ്ട്ലാൻഡിലേക്കും ഒക്കെയുള്ള ഈ സംഗതി വരുന്നത്. ഗാസയിൽ നിന്നുള്ളവരെ അവരെടുക്കുക, അവർക്ക് പൈസ കൊടുക്കും. ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും കാര്യം ഇന്നലെ എയർഫോഴ്സ് വണ്ണിലെ മീഡിയ മീറ്റിൽ, പ്രസ് മീറ്റിൽ വെച്ച് ട്രംപ് വീണ്ടും പറഞ്ഞു, ഞങ്ങൾ അവർക്ക് മില്യൺ കണക്കിന് ഡോളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടാൽ എന്താ? അതെ, അപ്പോൾ ഇവരെ സ്വാഭാവികമായും ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരടവും കൂടെ, അല്ലെങ്കിൽ സ്വാഭാവികമായും വരുന്ന ഒരു യുദ്ധത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന നിലയിൽ ഇവർ ഓടിപ്പൊയ്ക്കോളാം, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയുന്ന തന്ത്രം ട്രംപിനുണ്ടാവുമോ? അതുണ്ട്. കാരണം എന്താ വെച്ചാൽ അബ്ദുള്ള രാജാവ് കാണാൻ പോവുകയാണല്ലോ. അതിന് തൊട്ടു മുമ്പാണ് ഈ രംഗമൊരുക്കുകയാണ് ട്രംപ്. ആ ചർച്ചയിലും കർശന നിലപാടായിരിക്കും എന്ന് മറ്റേ അബ്ദുള്ള രാജാവിന് മനസ്സിലാക്കി കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്ദുള്ള രാജാവ് പോയി അവിടെ എന്തെങ്കിലും ഈ മിതവാദം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതൊക്കെ കേട്ടില്ലേ, ഞാൻ പറഞ്ഞൊക്കെ എന്ന് പറഞ്ഞിട്ട് വായ അടപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞ അവർ കേൾക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ. മറ്റേ അത് പറഞ്ഞു, അവരെന്നോട് നോ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ആദ്യം പറ്റില്ല എന്ന് പറയട്ടെ ജോർദാൻ. അങ്ങനെ പറയാൻ സാധ്യത കുറവാണ്. അവിടെ 28 ലക്ഷം പലസ്തീനികൾ അഭയാർത്ഥികളായിട്ടുണ്ട്. അതിൽ കുറച്ച് പേരെയും കൂടി എടുത്തേക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഗസയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വീതിച്ചു കൊടുക്കുക പല സ്ഥലത്തേക്ക്. ഇതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഗാസ മേടിക്കും എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് അത് തമാശയ്ക്ക് പറഞ്ഞാണെന്ന് കരുതാൻ ഇനി ന്യായമില്ല. ആവർത്തിച്ച് പറയുന്നുണ്ട്, അതിലേക്കുള്ള സ്ട്രാറ്റജി ഒരുക്കുകയാണ്. വീണ്ടും യുദ്ധം വരട്ടെ, അപ്പോൾ നീയൊക്കെ എന്ത് ചെയ്യും? അതെ, മാത്രമല്ല നെതന്യാഹു അതിൽ വിരോധവും പറഞ്ഞിട്ട്. അല്ല, കണക്ക് കൂട്ടിയായിരിക്കും ഈ ഭീകരമായ മറ്റേ ബോംബുകൾ കൊടുത്തത്. അത് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സുനിൽ ചോദിച്ചപ്പോൾ ആ ബോംബ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം ഭീകരമാണ് അതൊക്കെ, അതിൻ്റെ ചുറ്റളവ് എന്നൊക്കെ പറയുന്നത്. ഒരെണ്ണം വീണാൽ ഒരു ഏരിയ മുഴുവൻ അങ്ങ് പോകും, മൊത്തം അങ്ങ് പോകും. അവിടെ മാത്രമല്ല, ഈ കെട്ടിടങ്ങളൊക്കെ തകർത്ത്, വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ തകർത്ത് കളയുന്നത്. അങ്ങനത്തെ മാരക പ്രഹരശേഷിയുള്ള ബോംബുകളാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് ഇപ്പൊ കൊടുത്തത്? വെടി നിർത്തിയ ശേഷം കൊടുക്കേണ്ട കാര്യമില്ല, വെടി തുടങ്ങിക്കോളൂ, വീണ്ടും ആക്രമണം തുടങ്ങൂ എന്ന് നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നുണ്ട്, ഈ ഗസ വാങ്ങും എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും? അതെ, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുക എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഇസ്രയേലിന്റെ കയ്യിൽ നിന്നേ വാങ്ങാൻ പറ്റുള്ളൂ. ഇസ്രയേലിന്റെ സ്വന്തം ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ വന്ന് വാങ്ങുക. ഇപ്പോൾ ഇസ്രയേലിന്റെ കയ്യിലാണല്ലോ. അപ്പോൾ ഇസ്രയേലിന് വാങ്ങുമ്പം ഒരു ട്രാൻസാക്ഷൻ, ഒരു കൺസിഡറേഷൻ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇസ്രയേലിന് ഗുണമുണ്ടാവും. ഇസ്രയേലിന് ഗുണമുണ്ടാവുമല്ലോ, കാരണം ഇസ്രയേലിൻ്റെ സമ്മതം ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ 2000 പൗണ്ടിൻ്റെ ബോംബുകൾ കൊടുത്തിരിക്കുന്നത് ഇറാനിൽ കൊണ്ടിടാനില്ലല്ലോ, തൊട്ടടുത്ത് സൗകര്യപ്രദമായിട്ട് ഇടാനാണ്. അപ്പോൾ പേടിപ്പിക്കാനുള്ളതൊക്കെ ചെയ്തു. ഇനി ഈ 2048 ഈ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകരുത് എന്നുള്ളത് ഇസ്രയേലിന് നിർബന്ധമാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ്. ഒക്ടോബർ 7 മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട്. അതുകൊണ്ട് ഇനി ഗാസ അവിടെ പലസ്തീന് വേണ്ടി അവശേഷിപ്പിക്കുന്ന കാര്യമില്ല. അതിൻ്റെയൊക്കെ പേരൊക്കെ മാറ്റി പഴയ ബിബ്ലിക്കൽ പേരും വെസ്റ്റ് ബാങ്കിൽ പേരിട്ടു. ഇപ്പൊ ഗാസയിൽ വെടി നിർത്തിയപ്പോൾ വെസ്റ്റ് ബാങ്കിൽ വെടി കൂട്ടി എന്ന് മാത്രമല്ല, നമ്മൾ മറ്റേ പലസ്തീൻ്റെ സൈറ്റുകളിൽ തന്നെ വായിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഹെബ്രോൺ വളഞ്ഞിരിക്കുന്നു, ബേത്ത്ലഹേം വളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അജണ്ടയിൽ വേറെ മേഖലകളും കൂടി വന്നിരിക്കുന്നു. ഈ ഗാസയുടെ കൂടെ കൂട്ടിച്ചേർത്ത്
അപ്പോൾ ആ പ്രദേശങ്ങളൊക്കെ വളഞ്ഞിരിക്കുമ്പോൾ ഗസയിൽ മാത്രം വെടിനിർത്തുക എന്ന് പറയുന്നത് അസംബന്ധമാണ്. അതാണ് അതിൻ്റെ അപ്പോൾ ശനിയാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഗർഭിണികൾ, കുട്ടികൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നുള്ള നിലവിളി ശബ്ദം ഉയരുമോ? ഗസയിൽ ഒന്നുമില്ല താമസിക്കാനായിട്ട്, അവിടെ അല്ല, യാതൊന്നുമില്ല. പക്ഷെ അവർ വലിയ തോതിൽ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഹമാസിന് പരിചയം വേണമല്ലോ, അവർക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു മനുഷ്യ കവചം ഉണ്ടാക്കണം. ആളുകളുടെ നടുക്ക് ഒളിച്ചിരിക്കുന്ന പരിപാടിയാണല്ലോ ഇവരുടെ. ശനിയാഴ്ച കഴിഞ്ഞിട്ട് മറ്റേ നോട്ടീസ് വിതരണമായിരിക്കും നടക്കുന്നത് വിമാനങ്ങളിൽ നിന്ന്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ തന്നെ റിസ്കിലായിരിക്കും. അപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഒരു വെടിനിർത്തൽ സ്വാഗതം ചെയ്തു. പക്ഷേ ട്രംപ് പറയുന്നു വെടിനിർത്തൽ 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് നൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വെടിനിർത്തൽ കഴിയും ഏച്ച് കെട്ടിയതായിരുന്നു അത് ബൈഡൻ പോകുന്നതിന് മുമ്പ്. പക്ഷെ അത് ട്രംപിൻ്റെ പ്രതിനിധിയും ചർച്ചയിൽ അതൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ ട്രംപിൻ്റെ പ്രതിനിധിയുടെ താല്പര്യം ഗാസ വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നിരിക്കണം, അല്ലാതെ വെടിനിർത്തുക എന്നുള്ളതായിരിക്കില്ല. പക്ഷേ ട്രംപിൻ്റെ പ്രതിനിധിയാണ് നെതന്യാഹുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ആ കാലത്ത് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. നെതന്യാഹു ലോട്ടറി അടിച്ചു. അതെ, ചട്ടനും പോയി, പൊട്ടനും പോയി, ബോട്ടും കിട്ടി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.